ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ ആണെങ്കിൽ സരയുവിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സരയു മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ സരയു മനോഹറിനോട് താൻ ആ സത്യം മനസ്സിലാക്കി എന്ന് അവനെ അറിയിക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അവരുടെ പുറകെ തന്നെ സരയു പോവുകയാണ്. നമ്മുടെ മനോഹറും മറിയവും കൂടി ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട്. അവിടെ പുറകെ തന്നെ സരയും ചെല്ലുകയാണ്. ഇവൻ എന്തായാലും ഒന്ന് കുരങ്ങ് കളിപ്പിക്കാം എന്ന് സരയു തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടരികിലായിട്ട് മനോഹറിന്റെ തൊട്ടരികിലായിട്ട് ചെന്ന് നിൽക്കുകയാണ് നമ്മുടെ സരയു. ഇപ്പുറത്താണെങ്കിൽ മറിയവും കൂടെയുണ്ട്. പെട്ടെന്ന് മനോഹർ കാണുന്നത് സരയുവിനെയാണ്. തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല, തന്നെ കണ്ടിട്ടില്ല എന്നൊരൊറ്റ വിശ്വാസത്തിൽ അവിടെ നിന്ന് മറിയത്തിനോട് ബാത്റൂമിൽ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അതിനുശേഷം മറിഞ്ഞു നിൽക്കുമ്പോൾ സരയു തന്നെ ചെന്ന് മനുവേട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ എന്നാൽ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ല മോൾക്ക് ഇങ്ങോട്ടാണ് വരുന്നതെന്ന്, അപ്പം ഞാൻ കൂടി വരുമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മനോഹർ. അപ്പം എന്തായാലും സരയു മനോഹറിനെ കുരങ്ങ് കളിപ്പിക്കുക തന്നെയാണ്. കുറച്ച് അവിടെ കിടന്ന് ഓടട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇനി പിന്നെ തീരെ മറിയത്തിൻ്റെ അരികിലേക്ക് നമ്മുടെ മനോഹർ പോകാൻ പോലും പറ്റുന്നില്ല. മറിയാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ബില്ലും കൊടുത്ത് ക്യാഷൊക്കെ അടച്ച് പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് സരയു മനോഹറിനെ വിടാതെ തന്നെ പിന്തുടരുന്നുണ്ട്, അവളുടെ കൂടെ തന്നെ. അങ്ങനെ അപ്പോഴും സരയുവിനോടും പറയുന്നുണ്ട് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ പോകുന്നുണ്ട്. അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് നേരെ ഫോൺ ചെയ്യുകയാണ് മറിയത്തിനോട് പറയുന്നുണ്ട് ഞാനിവിടെ ഒരു കുരുക്കിൽ പെട്ട് കിടക്കുകയാണ്, നീ പൊക്കോ, ഞാൻ എന്തായാലും ഹോട്ടലിലേക്ക് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ മറിയത്തിനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനുശേഷം മറിയ അവിടെ നിന്ന് പോകുന്നുണ്ട്. സരയുവും മനോഹറും കൂടിയിട്ട് ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ മനുവേട്ടൻ ഏത് ഹോട്ടലിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് മീറ്റിംഗ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് സരയു പറയുന്നുണ്ട്. മനു ആകെ പെട്ടുപോകുന്ന ഒരവസ്ഥയിൽ രണ്ടുപേരും ഒരു കാറിൽ തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന ഭാഗത്തും കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡൊക്കെ അവസാനിച്ചിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷം മനോഹറിനെ എന്തായാലും ഇപ്പം തൽക്കാലം പിടികൂടുന്നൊന്നുമില്ല. പിന്നീട് അവരങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്ത് എന്തായാലും നാളെയാണ് അവർ ഫ്ലൈറ്റ് കയറി പോകാൻ പോകുന്നത്. പിന്നെ അതിനു മുൻപ് മിന്നുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ സരയു അവിടേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ മനോഹറിനെ ഷർട്ടിൻ്റെ കുത്തനെ പിടിച്ച് അവൻ്റെ കരണം നോക്കി അപ്പുറം മാറി അടിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം മറിയം തടയാൻ ശ്രമിക്കുക. മറിയത്തിനോട് പറയുന്നുണ്ട് നിന്റെ ജീവിതം നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതിയടി, ഇവൻ ലോകം മുഴുവൻ പെണ്ണു കെട്ടി നടക്കും, ഇവനക്ക് ഒരുപാട് മക്കളുണ്ട്, ഒരുപാട് ഭാര്യമാരുണ്ട്, അങ്ങനത്തെ ഒരുത്തനാണ് ഇവൻ, നിന്റെ ജീവിതം നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി എന്ന് സരയു മറിയത്തിനോട് പറയുമ്പോൾ മറിയം ഷോക്കായി പോവുകയാണ്. കാരണം ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ്, അത് പരാജയപ്പെട്ടത് കൊണ്ടാണ് മറിയം ഇപ്പോൾ രണ്ടാമത് വിവാഹം നല്ലൊരു ബന്ധം തന്നെ വേണമെന്ന് ആഗ്രഹിച്ച് ഇവനെ കല്യാണം കഴിക്കാൻ പോയത്. അപ്പോൾ ഈ ഒരു സത്യം കൂടി അറിയുമ്പോൾ മറിയത്തിൻ്റെ വകയായിട്ടും നമ്മുടെ മനോഹറിന് തലങ്ങും വിലങ്ങും കിട്ടുന്നുണ്ട്. എന്തായാലും മനോഹറിൻ്റെ കളികളൊക്കെ പാളിപ്പോവുകയാണ്. ഇതിനിടയിൽ നമ്മുടെ വിക്രം പുറത്തിറങ്ങുകയാണ്. വിക്രം പുറത്തിറങ്ങുമ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രമുള്ളൂ, അവർ കല്യാണിയെയും കിരണിനെയും ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പുറത്തിറങ്ങുന്നത്. പക്ഷേ ഒന്നും നടക്കില്ല. നമ്മുടെ പ്രകാശൻ വിലങ്ങുവടിയായി ഇങ്ങനെ നമ്മുടെ വിക്രത്തിനെ ഒന്നും ചെയ്യാൻ അനുവദിക്കാതെ ഒരു പക്ഷേ വിക്രത്തിൻ്റെ ജീവന് തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിലാണ് പ്രകാശിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. പക്ഷേ ഇപ്പോഴും പ്രകാശനെ പൂർണ്ണമായും വിശ്വസിക്കേണ്ട എന്ന് തന്നെയാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.